ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ ഡൈ ഈസ് ത്രോൺ. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ്. എ പ്രൈം നമ്പർ വിൽ അപ്പിയർ. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇവിടെ ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെൻറ്റ് ഒരു ഡൈ ഇടുന്നത് അല്ലേ, ഒരു ഡൈ ഇടുകയാണ്. ഒരു ഡൈ ഇട്ട് കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് എന്താണെന്ന് അറിയാമോ അല്ലേ? ഒരു ഡൈ ഒരു പ്രാവശ്യം ഇടുന്നുള്ളൂ. അപ്പോൾ ഒന്നുകിൽ 1 വരാം, ഓർ 2, 3, ഓർ 4, ഓർ 5, ഓർ 6. ഇതിലേതെങ്കിലും ഒന്ന് വീഴും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് പെട്ടെന്ന് എഴുതാമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ പ്രൈം നമ്പർ വിൽ അപ്പിയർ. ഒരു ഡൈ ഇട്ട് കഴിഞ്ഞാൽ പ്രൈം നമ്പർ കിട്ടാനുള്ള ചാൻസ്. എഴുതിയിരിക്കുന്നതിൽ പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 2, 3, 5. ശരിയല്ലേ? പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5. പ്രൈം നമ്പറിന് ഫേവറബിൾ ആയിട്ട് 3 കേസസ് ആണുള്ളത്. ടോട്ടൽ 6 കേസസ് ഉണ്ട്. 3/6 വരും, ഓർ 1/2. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വിൽ അപ്പിയർ. ഇത് വേഗം എഴുതി പോവാം, സ്റ്റെപ്പൊന്നും വേണ്ട. എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വിൽ അപ്പിയർ. ഒരു ഡൈ ഇട്ട് കഴിഞ്ഞാൽ 3യോ അതല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ ഉള്ള നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്താണ്? 3 ഓർ മോർ അല്ലേ? 3 ഓർ മോർ എന്ന് പറയുമ്പോൾ ഫേവറബിൾ ആയിട്ടുള്ളത് ഇതൊക്കെയാണ്: 3, 4, 5, 6 അല്ലേ? 3 ഓർ മോർ. അപ്പോൾ ഫേവറബിൾ ആയിട്ട് 4 എണ്ണമാണുള്ളത് ഔട്ട് ഓഫ് 6 കേസസ്. 4/6 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. അപ്പോൾ ഇതും ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്? എ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അപ്പിയർ. എ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1ഓ അതിനേക്കാളും കുറവോ നമ്പർ കിട്ടാനുള്ള ചാൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ ലെസ് ദാൻ വരുന്നില്ലെങ്കിലും ഈക്വൽ ടു 1 ഉണ്ടല്ലോ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഫേവറബിളായിട്ട് 1 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഒരു ഫേവറബിൾ കേസേ ഉള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1 ഡിവൈഡ് ബൈ ടോട്ടൽ 6. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ നമ്പർ മോർ ദാൻ 6 വിൽ അപ്പിയർ. ഒരു ഡൈ ഇട്ട് കഴിഞ്ഞാൽ 6നേക്കാളും കൂടുതൽ ഒരു നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്താണ്? ഒരു ഡൈ ഇട്ട് കഴിഞ്ഞാൽ 6നേക്കാളും കൂടുതലുള്ള നമ്പർ ഒരിക്കലും കിട്ടില്ല അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 0 ആണ്. 6നേക്കാളും കൂടുതലായിട്ടുള്ള നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 0 ആണ്. ആകെ 6 കേസ് ഉണ്ട്, ഫേവറബിൾ കേസ് 0 ആണ്. 0 ആണ് ചാൻസ്. പ്രോബബിലിറ്റി 0 വരുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേര് ഇമ്പോസിബിൾ ഇവൻറ്റ്. ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക, ഇമ്പോസിബിൾ ആണ്. അതൊരിക്കലും വരില്ല. അപ്പോൾ ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് പറയും. ക്ലിയർ? ഇമ്പോസിബിൾ ഇവൻറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് വൺ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫിഫ്ത്ത് വൺ, എ നമ്പർ ലെസ് ദാൻ 6 വിൽ അപ്പിയർ. എ നമ്പർ ലെസ് ദാൻ 6 അല്ലേ? 6നേക്കാളും കുറവുള്ള ഏതെങ്കിലും ഒരു നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്താണ്? ലെസ് ദാൻ ആണ്, ശ്രദ്ധിക്കണം. ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ 6 എടുക്കാൻ പാടില്ല, 6നേക്കാളും കുറവ് തന്നെ എടുക്കണം. ഈ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ആയിട്ട് ഇതൊക്കെയാണ്: 1, 2, 3, 4, 5. 5 ഫേവറബിൾ കേസ് ഔട്ട് ഓഫ് 6 കേസസ്. ശരിയല്ലേ? ഇതാണ് ആൻസർ.